Action! Video cooking vlog, scene 1, take 1. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഗൈൻ ഒരു മടിയന്മാരുടെ ഡിഷായിട്ടാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ പുലാവ് എന്ന് പറയാം. പക്ഷെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്കിങ്ങനെ കുക്കറിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ പാവലിൻ്റെ നെയിമിൽ ഇറ്റ്സ് ലെൻറ്റിൽ സോസ്. ലെൻറ്റിൽ സോസ് എന്ന് പറഞ്ഞാൽ ലെൻറ്റിൽ സോസ് എന്നല്ല, നമ്മുടെ സാമ്പാർ. പക്ഷേ അഗൈൻ മടിയന്മാരുടെ സാമ്പാറാണ്. എനിക്കങ്ങനെ അധികം കഷ്ണം ഒന്നും ഇടാൻ ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ ഇല്ല, അതാണ് സത്യം. അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ. പക്ഷെ മടിയന്മാരുടെ യു ക്യാൻ മേക്ക് ദ സാമ്പാർ ഇൻ 5 minutes. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒരു തോരനല്ലല്ലോ, മെഴുക്ക് വരട്ടിയോ വോട്ടെവർ. നമ്മളിവിടെ എപ്പോഴും ഒരു സോസും ഒരു വെജിറ്റബിളും ഒരു മീറ്റുമാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് ബിരിയാണി ആണെങ്കിലും പക്ഷെ ഇത് ബിരിയാണീൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, ഇതൊരു പുലാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, ചെമ്മീൻ്റെ ടേസ്റ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം നമുക്ക് ചെമ്മീൻ പുലാവ് ഉണ്ടാക്കാം. സോ ഫോർ ദാറ്റ് ഞാനിവിടെ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വേർഷനാണ്, അതുകൊണ്ട് നിങ്ങളിത് എവിടെയും പോയി നോക്കിയാൽ ഇത് കാണില്ല. സോ ഇത് എൻ്റെ മാത്രം വേർഷൻ ഓഫ് ഫുഡാണ്. ഫ്രോസൺ ചെമ്മീൻ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നിങ്ങൾ മേടിക്കാം കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഇത്രയും ചെറിയ ചെമ്മീനാണ്. സോ ദിസ് ചെമ്മീൻ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഡീപ് ഫ്രോസ് ആവാൻ വേണ്ടിയിട്ട്. തക്കാളി, പിന്നെ വേപ്പില, പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അരിഞ്ഞ് എടുക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അരി ഞാൻ എടുക്കുന്ന ബാസ്മതി റൈസാണ്. നിങ്ങൾ നോർമൽ ചോറിലും ഉണ്ടാക്കാം കേട്ടോ, ഞാൻ ബാസ്മതി റൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഗോൺ ബി വെരി ഫാസ്റ്റ്. പിന്നെ നോർമലി നമുക്ക് വേണ്ടത് നോൺ സ്പൈസി ചില്ലി പൗഡർ. സ്പൈസി അല്ല, പക്ഷേ ഇതിനും സ്പൈസിനെസ് ഉണ്ട്. ദെൻ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. സോ പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ആൻഡ് ലിറ്റിൽ ബിറ്റ് കൊറിയാൻഡർ പൗഡർ. കൊറിയാൻഡർ പൗഡർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് സോൾട്ട്. ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉലുവ കടിക്കുന്നത് ഇഷ്ടമല്ല, സോ ഐ മേക്ക് ഇറ്റ് ലൈക്ക് എ പൊടി. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഇതിന് യൂസ് ചെയ്യാൻ പോണ വെളിച്ചെണ്ണയാണ്. സോ ഐ ഹാവ് ഇറ്റ് ഹിയർ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട്. സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് എല്ലാം ഇടാൻ പോകുന്നത്. ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇങ്ങനെ കട്ട പിടിക്കും. അപ്പം ഞാൻ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഉരുക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കും. അപ്പോൾ ഇവിടെ കട്ട പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ നടക്കില്ല. സോ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് കടുക് ഇടാൻ പോവാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇതിനകത്ത് ഇടാം. പക്ഷേ എൻ്റെ ഗരം മസാലയിൽ ഓൾറെഡി ജീരകം ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. സ്പ്ലട്ടർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഐ ആം ഗോണ പുട്ട് ഉലുവപ്പൊടി ഇത്രയും. ചെമ്മീനൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഇതൊരു ബിരിയാണി അല്ല എന്ന് പറയുന്നത്. ഉലുവ ഇടണ്ടാത്തവർ ഉലുവ ഇടണ്ട കേട്ടോ. ഇതിനകത്തേക്ക് ഞാനിനി സവാള ഇടാൻ പോകണം. ബിക്കോസ് ജിഞ്ചർ ഗാർലിക് ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സവാള ആദ്യമേ ഇടുവാണ്. ജിഞ്ചർ ഗാർലിക് ഇറ്റ്സ് ഓക്കെ, ബട്ട് ഐ വിൽ കട്ട് ഇറ്റ്. സോ ഇത്രയും സവാളയാണ്. ഞാൻ ഈ സവാള എനിക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇല്ലാത്തവർ വേപ്പില ഇടണ്ട. നല്ലപോലെ വേപ്പില ഇടും, എനിക്ക് വേപ്പില ഭയങ്കര ഇഷ്ടം.
ഇനി ലെറ്റ്സ് ഗോ ടു അവർ ഗാർഡൻ. കണ്ടോ? സോ ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ മിൻറ്റ് ലീഫ് എടുക്കുകയാണ്. Why? കുറച്ച് കൊറിയാൻഡർ. കണ്ടോ, ഞങ്ങളുടെ ഗ്രോസ്മേരി, മിൻറ്റ്, കൊറിയാൻഡർ ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. വെരി നാച്ചുറൽ അല്ലേ? ഡോണ്ട് ടേക്ക് ദിസ് ഹിയർ. സോ ഇതിനകത്തേക്ക് സവാള ഇട്ടു, വേപ്പില ഇട്ടു. ഞാൻ ഇനി നമ്മുടെ മിൻറ്റ്, പുദീന ആൻഡ് കോറിയാൻഡർ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഇടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഇത് ഫ്രൈ ആക്കണ്ട. ഈ സവാള ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും, എന്നിട്ടാണ് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇടുന്നത്. ഞാൻ എല്ലാ കറികൾക്കും അങ്ങനെ തന്നെയാണ്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ പെപ്പർ പൗഡർ എല്ലാം അവരവരുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. പെപ്പർ പൗഡർ കുറച്ചിട്ടു. നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇടുന്നത് കൊണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. സോ ഞാനൊരു 2 ടീസ്പൂൺ ഓഫ് പെപ്പർ പൗഡറാണ് ഇട്ടത്. ദെൻ ടേമറിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. ദെൻ ലിറ്റിൽ ബിറ്റ് കൊറിയാൻഡർ പൗഡർ. ഇത്ര ഇടുന്നുണ്ട്. ഒരു ഫുൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ. മേ ബി ഞാനൊരു ഇത്രയും കൂടെ ഇടും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ദെൻ ഗരം മസാല. ഇതെൻ്റെ അമ്മയുടെ കൂട്ടാണ്. അപ്പം ഇതിനകത്ത് ജീരകമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ജീരകം ഇടുന്നില്ല. ഗരം മസാല ഞാൻ നല്ലപോലെ ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല. നോൺ സ്പൈസി ചില്ലി പൗഡർ. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ്. Now I'm gonna mix it in between. ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യും. ബിക്കോസ് എനിക്ക് ഈ മസാലകളൊക്കെ ഫ്രൈ ആയിട്ട്, ബിക്കോസ് ഇറ്റ് വിൽ ഹാവ് എ വെരി റോ ടേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കൊണ്ടിടുമ്പോഴത്തേക്കിനും. സോ സവാള മാറ്റി വെച്ച് മസാല ഒന്ന് സോട്ടായിട്ട് വേണം, ഒന്ന് ഫ്രൈ, ജസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വേണം ഇതെല്ലാം കൂടി മിക്സ് ആക്കാൻ. ഇതെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാട്ടോ ചെയ്യുന്നത്. ഇവിടെ സ്റ്റൗ ഭയങ്കര പെട്ടെന്ന് ചൂടാവണമുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ഗാർലിക് ആൻഡ് ജിഞ്ചർ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ജിഞ്ചറിൻ്റെ റെഡിമെയ്ഡ് പേസ്റ്റാണ് ഇടുന്നത്. ജിഞ്ചറും ഇടുവാണ്. ജിഞ്ചർ പേസ്റ്റ് ഇടും. ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ്. ഒന്ന് നല്ല ബ്രൗൺ കളറായി. മീഡിയം സൈസ് 2 തക്കാളി നമുക്ക് ഇടാം.
അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു ഹാഫ് ലെമൺ കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. സോ നമ്മളിങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യും. അവിടെ സ്മെൽ Like I'm gonna sneeze. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇടും. ഒരു നുള്ള് പഞ്ചസാര. ഇനിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ ഇപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാവും. ഇളക്കാം. നമുക്ക് ഈ സമയത്ത് റൈസ് ഇടാം. സോൾട്ട് കുറച്ചും കൂടെ ഇടാം. സോൾട്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. ബിക്കോസ് റൈസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഉപ്പിൻ്റെ ലെവല് കറക്റ്റായിട്ട് നോക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഉണ്ടാക്കണതുകൊണ്ടേ. സോയ ഇതിവിടെ നമുക്കിങ്ങനെ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ. ഞാനപ്പോൾ ആ സമയത്ത് ഈ ഒരു കപ്പ് സൈസിലുള്ള 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കപ്പ് യൂസ് ചെയ്യാം. ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 2-3 മിനിറ്റ് ആയത് വെച്ചിട്ട്. അതുകൊണ്ട് നോർമലി ഞാൻ ബാസ്മതിക്ക് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് വെക്കാറ്. ബട്ട് ദിസ് ടൈം ഓൾറെഡി ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ആൻഡ് ഒറ്റ വിസിലേ കേൾപ്പിക്കുള്ളൂ, നത്തിങ് മച്ച്. ആൻഡ് ഓൾസോ ചിലവരൊക്കെ റൈസ് സോക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇത് കഴുകി ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ബാസ്മതി റൈസാണ്. അതിലേക്ക് ആഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി ഞാൻ ജസ്റ്റ് മുകളിലല്ല, ഇത് നല്ലപോലെ ഒന്ന് ഇളക്കും. ആക്ച്വലി നിങ്ങൾക്ക് ചിക്കനും ഈ ഷ്രിമ്പിന് പകരം ചിക്കൻ ആണെങ്കിലും യു ക്യാൻ ഡു ദ സെയിം. ഉലുവയൊന്നും ഇടാതെ അങ്ങനെയും ചെയ്യാം. കുക്കർ ബിരിയാണി എന്ന് വിളിക്കാം. ഞാനിതിൽ ഉലുവയൊക്കെ ഇട്ടതുകൊണ്ടാണ് ബിരിയാണി എന്നൊന്നും വിളിക്കാത്തത്. വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് ട്രൈ ചെയ്യണം. അതാ ഞാൻ ഇളക്കിയത്. സോ റൈസിൽ ഉപ്പ് പിടിക്കാൻ. മോർ സോൾട്ട്. എന്തായാലും വെള്ളം വറ്റും, പക്ഷെ റൈസിന് സോൾട്ട് വേണം. ദിസ് ഈസ് റിയലി ഗുഡ്. ട്രൈ ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി. ബിക്കോസ് നമുക്കിങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടിലെ ആൾക്കാർക്കൊക്കെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എഗെയിൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് ഇത്രയും ഡിലേ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെമ്മീൻ ഇടുക, പൊടികളിടുക, റൈസ് ഇടുക, അടയ്ക്കാം. സോ ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിലിട്ടിട്ടാണ്. നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല. കാര്യം ഏറ്റവും അവസാനം ഞാൻ കുറച്ച് നെയ്യ് തൂവുള്ളൂ. അപ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ പുട്ട് ഘീ ഓർ ബട്ടർ എനിത്തിങ്. ബട്ട് ഐ പ്രിഫർ കുക്കിംഗ് ഇൻ കോക്കനട്ട് ഓയിൽ ആൻഡ് അറ്റ് ലാസ്റ്റ് പുട്ടിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഘീ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതിവിടെ നിന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് മടിയന്മാരുടെ സാമ്പാറിലേക്ക് പോകാം. ഒരു വിസിൽ കേട്ടോ. മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചെമ്മീൻ്റെ കൂടെ ഇച്ചിരി സാമ്പാറൊക്കെ ഇട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഈ ഒരാഴ്ചത്തേക്കും കൂടെ സാമ്പാർ ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മടിയന്മാരുടെ സാമ്പാറാണ്. സോ ഫാസ്റ്റ് ആൻഡ് സോ ഈസി. നിങ്ങൾക്ക് ഒരു വെജിറ്റബിൾസും വേണ്ട. വെജിറ്റബിൾസ് എഗെയിൻ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്ന ക്യാരറ്റാണ്. ബിക്കോസ് ഇവിടെ ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ദിവസം വേഗം ചെയ്യാം. ഇനി നിങ്ങൾക്ക് അല്ല നോർമലായിട്ട് എല്ലാ വെജിറ്റബിൾസും ഇടണമെങ്കിൽ യു ക്യാൻ പുട്ട് ഓൾ ദ വെജിറ്റബിൾസ് ഓൾസോ.
അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണത്. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ക്യാരറ്റാണ്. നോർമലി ഞാൻ ഇടുന്ന വെണ്ടയ്ക്കയാണ്. ഇവിടെ വെണ്ടയ്ക്ക കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഷോപ്പിൽ പോകണം. വെണ്ടയ്ക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേവിച്ച് വെക്കുകയൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യാൻ പോണ പ്രൊസീജിയറിൻ്റെ ഏറ്റവും മുമ്പ് വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് വാട്ടി എണ്ണയിൽ വാട്ടിയെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. കറുമുറാന്നിരിക്കണം. അങ്ങനെ വെണ്ടയ്ക്ക വാട്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് ലേറ്റർ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് ഈ ക്യാരറ്റ് ഇടുന്ന പോലെ തന്നെ വെണ്ടയ്ക്ക ഇട്ടാൽ മതി. പക്ഷേ വെണ്ടയ്ക്ക പച്ചയ്ക്ക് അരിഞ്ഞങ്ങ് ഇടരുത്. അപ്പോൾ ഇങ്ങനെ അതിനൊരു സ്ലൈമി ഇതുണ്ടാവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ക്യാരറ്റ് പോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് കുക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ക്യാരറ്റ് മാത്രമാണ്. ആൻഡ് ഓൾസോ ടൊമാറ്റോ ആൻഡ് ഓണിയൻസ്, നത്തിങ് എൽസ്. അപ്പം നമുക്ക് സാമ്പാറിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡറാണ്. യു ക്യാൻ ആക്ച്വലി യൂസ് എനി സാമ്പാർ പൗഡർ യു ലൈക്ക്. ഏത് സാമ്പാർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡർ. വാളം പുളി വെള്ളത്തിൽ ഒഴിച്ച് വെക്കണം. പിന്നെ നിങ്ങൾ വിചാരിക്കും പരിപ്പില്ലാതെ എന്ത് സാമ്പാറെന്ന്. യെസ്, ഇതാണ് മടിയന്മാരുടെ ഏറ്റവും വലിയ സേവർ. കടലപ്പൊടി കുറച്ച് നിങ്ങൾ മേടിച്ച് വയ്ക്കുക. ആൻഡ് ഐ എം ഗോണ ഷോ യു ഹൗ ദിസ് ഇസ് ഗോണ ബി ഡൺ. പിന്നെ വേണ്ടത് വറ്റൽമുളക്, പിന്നെ പച്ചമുളക്, വേപ്പില. ദാറ്റ്സ് ഇറ്റ്. വേറെ മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം എണ്ണ ഒഴിക്കാൻ പോവാണ്. താളിച്ചിടുന്ന പരിപാടിയൊന്നും ലേറ്റർ ഇല്ല. നമ്മളെല്ലാം ആദ്യം തന്നെ അങ്ങ് ചെയ്യും. ദെൻ നമുക്ക് ഉലുവ, മസ്റ്റർഡ് സീഡ്സ്, താങ്ക് യു, കുറച്ച് സവാള, ഒത്തിരി വേണ്ട, ഇച്ചിരി സവാള ഇട്ടാൽ മതി. പിന്നെ ഗാർലിക്ക് ഇടുന്നുണ്ട് ഞാൻ. സാമ്പാറിന് ഗാർലിക്കൊന്നും ഇല്ലായിരിക്കും, ഞാൻ ഇടുന്നുണ്ട്. വേണ്ടാത്തവരിടണ്ട. അപ്പം ഈ ഒരു സമയത്ത് തന്നെ വെണ്ടയ്ക്ക ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് മാറ്റി വയ്ക്കാതെ അടുത്ത പൊടികളൊക്കെ ഇടുമ്പോൾ വെണ്ടയ്ക്ക ഇതിൽ കിടക്കാം. പക്ഷേ നൗ ഞാൻ വെണ്ടയ്ക്ക ഇടാത്തതുകൊണ്ട് സവാള മാത്രം സോട്ട് ചെയ്തെടുക്കുകയാണ്. I'm gonna put വേപ്പില into it, dry chili, ഒരു വിസിൽ വന്നു. ഞാനത് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ സവാള റെഡിയായി. അതിലേക്ക് ഞാൻ ഇനി ഡയറക്റ്റ് സാമ്പാർ പൗഡർ ഇടാൻ പോവാണ്. സാമ്പാർ പൗഡർ നിങ്ങൾ എന്തോരമാണ് ഇടുന്നത് അത്രയും തന്നെ. സാമ്പാർ പൗഡർ ഞാൻ ഈ എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്യും. ഞാൻ വേറെ ഒരു പൊടികളും ഇടില്ല, ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് നൗ ഐ എം ഗോണ ആഡ് നമ്മുടെ കടലപ്പൊടി. അത് പരിപ്പിന് പകരം കടലപ്പൊടി ഇട്ടാൽ മതി, കുറുകാൻ വേണ്ടിയിട്ട്. പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് 2 സ്പൂൺസ് അതിൻ്റെ എഫക്റ്റും ഉണ്ടാവും. കടലപ്പൊടിയും കൂടെ ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഇട്ട് ഇങ്ങനെ ഞാൻ സോട്ട് ചെയ്തെടുക്കും. ഇനി നിങ്ങൾക്ക് കുറുകിൽ കുറച്ചും കൂടി ലേറ്റർ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പൊടി ലേറ്റർ ഇട്ടാൽ മതി, നോ പ്രോബ്ലം. ഇതിനകത്തേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം, നമ്മുടെ ചെമ്മീൻ പുലാവിൻ്റെ വിസിൽ വന്നു. ഇനി ആവി പോകാൻ വേണ്ടി വെച്ചേക്കാണ്. ഒറ്റ വിസിൽ ഇട്ടിട്ടുള്ളൂ. സോ ഇത് നോക്കൂ, സാമ്പാർ നല്ല കുറുകി വരുന്നത് കണ്ടോ. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ കുറുകി നമ്മുടെ പരിപ്പൊക്കെ വേവുന്ന പോലെ തന്നെ ഇത് കുറുകി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എന്തോരം വെള്ളമാണോ വേണേ അത്രയും വെള്ളം ഒഴിക്കും. നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പരിപ്പൊന്നും വേവിച്ച് സ്കൂളിലൊക്കെ പോണതിനൊക്കെ മുമ്പ് പിള്ളേർക്ക് വേണമെങ്കിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ടേ പരിപ്പൊന്നും വേവിച്ച്
സമയം കളയണ്ട. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അത് മടിയന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമ്മൾ പലതും കണ്ടുപിടിക്കും, പക്ഷെ ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഞാൻ പുളി വെള്ളം ഒഴിച്ചു, പിന്നെ ആവശ്യത്തിന് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് what I'm going to do is I'm going to add tomato. Then I'm also going to add carrot. അത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ്. ക്യാരറ്റും ഇടുന്നുണ്ട്. പാവലിൽ ഇവിടെ കുറച്ച് കുറുകിയിരിക്കണേ ഇതാണ് ഇഷ്ടം. സോ ഞാൻ അധികം വെള്ളം പോലെ ആക്കുന്നില്ല. ഇതിനിയും കുറുകി വരും, അതുകൊണ്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഉപ്പ് നോക്കാം. ഉപ്പിടണം. തീ കൂട്ടി വെച്ചൊന്ന് തിളച്ചാൽ മതി, ബിക്കോസ് ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇത് വേവാനുള്ള സമയം ഒന്നും വേണ്ട. ഇത് ഞാൻ വെറുതെ ഒന്നും ചെയ്യില്ല. സവാള സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഗാർലിക്കും ഇട്ടിട്ട് പെപ്പറും ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഈസി തോരനാണ്. തോരനല്ലല്ലോ, മെഴുക്ക് വരട്ടിയോ. അതുപോലെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കായം പൊടി ഇടേണ്ടവർക്ക് ഇടാം. ആൻഡ് മല്ലി എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ then it's done. കടുകിട്ടു. നേരത്തെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗാർലിക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളകും സവാള അടിയും. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ടർമറിക് പൗഡർ, ബീട്രൂട്ടിന് പെപ്പറാണ് ദ ബെസ്റ്റ്. സോ ഞാൻ പെപ്പർ പൗഡർ ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ പെപ്പർ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇതേ പ്രൊസീജിയർ ചെയ്തിട്ട് തേങ്ങ വേണമെങ്കിലും ഇടാം. പക്ഷേ ഇവിടെ തേങ്ങ ഫ്രോസൺ ആണ്, ഞാൻ എടുക്കുന്നില്ല. അപ്പം വെച്ചാൽ ദേ പെപ്പറും ടർമറിക്കും സോൾട്ടും. ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് മിക്സ്ചർ. ബീട്രൂട്ട് അധികം ഉണ്ടായിരുന്നില്ല, ക്യാരറ്റും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സാക്കി ഇട്ടു. ഇനി ഇത് തോരൻ ആക്കാൻ ഇഷ്ടമുള്ളവർ ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഐ ഡു ഇസ് ഒരു പിടി തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് അടച്ചു വെച്ച് തീ കുറച്ച് കുക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ബീട്രൂട്ട് വിത്ത് കോക്കനട്ട്, ഷ്രെഡഡ് കോക്കനട്ട് ഉണ്ടാക്കണത്. ബട്ട് കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത് തീ കുറച്ച് അടച്ചു വയ്ക്കാം. ഞാൻ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മെസ്സി ആട്ടോ. പക്ഷേ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ. സാമ്പാർ നല്ല കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ടാൽ മതി. ആൻഡ് ഇന്നിപ്പോൾ എനിക്ക് ക്യാരറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളിയും സവാളയും മാത്രം മതി. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറുക്കനുസരിച്ചിട്ട് അത് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. കൊറിയാണ്ടർ ഇല്ല, എനിക്ക് എന്നെ കൊല്ലാൻ താല്പര്യമില്ല. സോ ഞാൻ ഇത്രയും കൊറിയാണ്ടർ എടുത്തു. ആൻഡ് ഐ എം പുട്ടിങ് ഇറ്റ്. ഇഷ്ടം പോലെ കൊറിയാണ്ടർ ഇടണം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആ ചെടീനെ കൊല്ലാൻ താല്പര്യമില്ല. ഇതെല്ലാം പരിപാടികൾ കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യും. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. വേറെ പരിപാടിയൊന്നുമില്ല. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിനി കാണിച്ചു തരാം. മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. ഞാൻ ഓഫ് ചെയ്തു. ഇത്ര നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. 5 മിനിറ്റ് 10 മിനിറ്റിൽ റെഡിയാവും സാധനം. ഞാൻ അതിനകത്തേക്ക് കുറച്ച് നെയ്യിടാണ്. ലിറ്റിൽ ബിറ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതവിടെ ഇരുന്നോളും. ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് മിക്സ്ചർ. അതാണ് ഓറഞ്ച് കളർ. ആവി പോയി.
സി ഇതിങ്ങനെ ഇത് തുറന്നിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കണം പൊടിയാതെ, ബിക്കോസ് അല്ലെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിലിരുന്ന് ഒന്നും കൂടി വേവും. പ്ലേറ്റിങ്ങിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് മുട്ടയുടെ കൂടെയാണ്. നമുക്ക് സെർവ് ചെയ്തിട്ട് കാണാം. നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. മൈ ടേസ്റ്റ് മാസ്റ്റർ ഇസ് ഗോണ ടേസ്റ്റ്. ഓക്കെ, ഭയങ്കര മണാണ്, ബിക്കോസ് ദ ഹോൾ ബിൽഡിങ്ങിൽ ഈ മണം ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ടെൽ മീ വെൻ ടു സ്റ്റോപ്പ്. താങ്ക് യു. യു വെൽക്കം. ഓക്കെ, സോ അതിലേക്ക് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയാണ്, പക്ഷെ ബിരിയാണി വേണ്ട, ഞങ്ങൾക്ക് വെജിറ്റബിൾ കഴിക്കണം. സോ നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ടു. ആൻഡ് ലെൻറ്റിൽ സോസ് ഞാൻ ഇങ്ങനെ സൈഡിൽ ഒഴിക്കും. ഇഫ് യു വോണ്ട്സ് വി ക്യാൻ മിക്സ് ഇറ്റ് ആൻഡ് ഈറ്റ്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ മുട്ട വെക്കുന്നുണ്ട്. ഇനി താങ്ക് യു. ഇതിൻ്റെ മുകളിലേക്ക് ഐ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഘീ. സോ നമ്മളിനി കഴിക്കാൻ പോവാണ്. Slowly, it's hot. ഞാൻ പറഞ്ഞു, It's amazing. I love this. The best shrimp biryani I ever had. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീസ് ജസ്റ്റ് റിപ്പീറ്റിംഗ് ദ സെയിം സ്റ്റഫ് ബട്ട് ഐ ആസ്ക്ഡ് ഹിം ടു സേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. മോനെ സീരിയസ്ലി ടെൽ മീ. It's very good. It's really nice. Full of flavor, rich, and very quick also, so I love it. I love the beetroot as well. It's a great side dish. മോനെ, this is the most funny part of the video. And the sambar is very good as well. പപ്പടം Really good. പാവട്ടോ, പറഞ്ഞ് പഠിപ്പിച്ചത് അതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാം ഒറിജിനലായി. സോ ലെറ്റ് മീ ട്രൈ. സാമ്പാർ ഇങ്ങനെ വെച്ച്, ബീറ്റ്റൂട്ട് ഇങ്ങനെ വെച്ച്, ഒരു മുട്ട. ക്യാൻ ഐ ഹാവ് എ പപ്പടം? താങ്ക് യു. വെച്ചിട്ട് It's amazing. ആക്ച്വലി ഇറ്റ്സ് റിയലി നൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് സോ ഈസി. പ്രഷർ കുക്കറിൽ ഒറ്റയടിക്ക് എല്ലാം ചെയ്യാം, കുറേ പാത്രങ്ങളൊന്നും കഴുകണ്ട. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത്രയും പാത്രമൊക്കെ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊന്നും എടുക്കത്തില്ല. പൊടികളൊക്കെ ആണെങ്കിലും എടുത്ത ഉടനെ ഞാൻ തിരിച്ചു വയ്ക്കും. This is super easy sambar and super easy shrimp pulav or biryani or whatever. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇനി പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് സൂപ്പർ സാധനമാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഇങ്ങ് ട്രൈ ചെയ്തോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.